ഹായ് ഓൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഒരു ബിഗിനറിന് OET സംബന്ധിച്ചിടത്തോളം അറിയേണ്ട കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്നാൽ ഈ വീഡിയോയിൽ OETയുടെ ഒരു മൊഡ്യൂളായ സ്പീക്കിംഗ് എങ്ങനെയാണ്, അതിന്റെ കുറച്ച് ടിപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്പീക്കിങ്ങിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് 2 റോൾ പ്ലേ ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 റോൾ പ്ലേ ക്യൂ കാർഡുകൾ അവർ നമുക്ക് തരും. സ്പീക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം സ്പീക്കിങ്ങിൽ നമുക്കൊരു ഇന്റർലൊക്കേറ്റർ ഉണ്ടായിരുന്നിരിക്കും. അവരാണ് നമുക്ക് റോൾ പ്ലേ ക്യൂ കാർഡുകളും അതോടൊപ്പം തന്നെ ഒരു പ്ലെയിൻ പേപ്പറും ഒരു പെൻസിലും നമ്മുടെ കയ്യിൽ തരും. നമുക്ക് 3 minutes പ്രിപ്പറേഷൻ ടൈമാണ് ഈച്ച് റോൾ പ്ലേക്കും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിച്ചിരിക്കുന്നത്. പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ മെയിൻ ആയിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ക്യൂ കാർഡ് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എസ്പെഷ്യലി അതിന്റെ സെറ്റിംഗ്സ് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. മെയിനായിട്ടും ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗ്, അതായത് ഹോസ്പിറ്റലിൽ തന്നെ ഒരു ക്ലിനിക്കായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗ്സ്, വാർഡ് സെറ്റിംഗ്സോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും തരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹോം വിസിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്ത് സിറ്റുവേഷൻ ആയിരുന്നാലും ആ സെറ്റിംഗ് ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കവർ ചെയ്യേണ്ട പോയിന്റ്സ് ക്യൂ കാർഡിൽ വ്യക്തമായിട്ടും പറയുന്നുണ്ടായിരിക്കും. ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന ടൈമിനുള്ളിൽ തന്നെ നമ്മൾ അത് ക്ലിയർ ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ അത് ഓർഡർ വൈസ് പോകണമെന്ന് നിർബന്ധമില്ല. എന്നിരുന്നാലും ഓർഡർ വൈസ് കവർ ചെയ്യുന്നതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഫുൾ പോയിന്റ്സും കവർ ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാനും പറ്റും. നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരാൾ ഒന്നുകിൽ ഒരു പേഷ്യന്റ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പേഷ്യന്റ് റിലേറ്റീവ് ആയിരിക്കാം, നമ്മളെപ്പോഴും നേഴ്സ് ആയിരിക്കും. സെറ്റിംഗ് മനസ്സിലാകുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇതൊരു വാർഡിലാണോ, എമർജൻസി സിറ്റുവേഷൻ ആണോ, അല്ലെങ്കിൽ ക്ലിനിക്കിലാണോ, OTയിലാണോ, ഇങ്ങനെ ഏതാണോ ആ സെറ്റിംഗ്, അത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ ആയിരിക്കണം നമ്മൾ ഈ 3 minute പ്രിപ്പറേഷൻ ടൈമിൽ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം ഫോക്കസ് ചെയ്യേണ്ടത് ഫോക്കസ് ഓൺ സെക്സ്. അതായത് ഈസ് എ പേഷ്യന്റ് ഓർ ദ റിലേറ്റീവ് ഈസ് എ മെയിൽ ഓർ ഫീമെയിൽ, ഇത് മെയിൽ ആണോ ഫീമെയിലിനോടാണോ നമ്മൾ സംസാരിക്കേണ്ടത് എന്ന് നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. മൂന്നാമതായിട്ട് പേഷ്യന്റിന്റെ നെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ആയിട്ടും നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ അതും നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇൻ കേസ് നമുക്ക് നെയിം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ എന്താണെങ്കിലും നമ്മൾ അവരെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നെയിം ആവശ്യമാണല്ലോ. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഈ പ്രിപ്പറേഷൻ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ഈ നമ്മുടെ ഇന്റർലൊക്കേറ്ററിനോട് ചോദിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷവും നമുക്ക് ചോദിക്കാവുന്നതാണ്. നോൺ പേഷ്യന്റ് അല്ല എന്നുണ്ടെങ്കിൽ, എമർജൻസിയിൽ ആദ്യമായിട്ട് വരുന്ന ഒരു പേഷ്യന്റ് ആണ്, നമ്മൾ ഈ പേഷ്യന്റിനെ അല്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം, ഹൗ മേ ഐ അഡ്രസ് യു. ഓൾറെഡി ഒരു നോൺ പേഷ്യന്റ് ആണ് എന്ന് നമ്മൾ സെറ്റിംഗ്സ് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ ഇന്റർലൊക്കേറ്ററിനോട് ചോദിക്കാവുന്നതാണ്, ഹൗ ക്യാൻ ഐ അഡ്രസ് യു എന്ന്. ഇൻ കേസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു എമർജൻസി സിറ്റുവേഷനിലാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ നമ്മൾ ഒരുപാട് വലിച്ചു നീട്ടാതെ തന്നെ നമ്മുടെ ഇൻട്രൊഡക്ഷനിലോട്ട് കിടക്കാം. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അവരെ ഗ്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ ഏത് സെറ്റിങ്ങിലാണെങ്കിലും ഗ്രീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, അത് ഏത് ടൈമാണോ അതനുസരിച്ച് നമ്മൾ അവരെ ഗ്രീറ്റ് ചെയ്യാവുന്നതാണ്. അതുതന്നെ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അതായത് ഐ എം ലിൻഡ, I am one of the registered nurse working in this clinic, അല്ലെങ്കിൽ I am one of the registered nurse working in this emergency ward. ശേഷം ഡയറക്റ്റ് നമുക്ക് അവരോട് ചോദിക്കാം, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു. അതേപോലെ തന്നെ സ്പീക്കിങ്ങിന്റെ ടൈമിൽ നമ്മൾ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ എത്ര പൊളൈറ്റ് ആയിട്ടാണ് അവരോട് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ വളരെ ശാന്തമായിട്ട് വേണം അവരുടെ കാര്യങ്ങൾ കേൾക്കുവാനും അതേപോലെ തന്നെ അവർക്ക് വേണ്ട റിപ്ലൈസ് കൊടുക്കുവാനും. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവർ അവരുടെ ഹെൽത്ത് കണ്ടീഷനെ പറ്റി വളരെയധികം വറീഡ് ആയിരിക്കും. അല്ല, ഒരു പേഷ്യന്റ് റിലേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ് നമുക്ക് പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ നമ്മൾ എത്രമാത്രം വറീഡ് ആയിരിക്കും എന്നുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കി വേണം നമ്മൾ അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഹോസ്പിറ്റലിലും ക്ലിനിക്കിലും ഒക്കെ പലപ്പോഴും നമുക്ക് നോൺ പേഷ്യൻസിനെ കാണാം. അങ്ങനെ നമുക്ക് അറിയാവുന്ന പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പേര് ചോദിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരുന്നില്ല. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഗ്രീറ്റ് ചെയ്തതിനു ശേഷം, ഡു യു റിമെമ്പർ മീ? ഫോർ എക്സാമ്പിൾ, പേഷ്യന്റിന്റെ പേര് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണെങ്കിൽ, പേഷ്യന്റിന്റെ പേര് മിസ്റ്റർ എക്സ് എന്നാണെങ്കിൽ നമുക്ക് ഓൾറെഡി പറയാം, ഹായ് മിസ്റ്റർ എക്സ്, ഹൗ ആർ യു. നമുക്ക്
അറിയാവുന്ന പോലെ തന്നെ പേഷ്യന്റിനോട് സംസാരിക്കുന്നതാണ്. ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ടോൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആ സിറ്റുവേഷൻ എങ്ങനെ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ടോൺ എന്ന് പറയുന്നത്. ഒരു പേഷ്യന്റ് ഇപ്പോൾ വറീഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം, യു ലുക്ക് സോ വറീഡ്, വാട്ട്സ് ബോദറിങ് യു ആണ് നമുക്ക് ചോദിക്കാം. അതായത് യൂഷ്വലി കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സെറ്റിംഗ് ആണ് ഒരു ഹോം സെറ്റിംഗ് അല്ലെങ്കിൽ ഹോം വിസിറ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന 2 ക്യൂ കാർഡുകളും ഹോസ്പിറ്റൽ വിസിറ്റ് റിലേറ്റഡ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ 2 ക്യൂ കാർഡുകളും ഹോം വിസിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ 1 ക്യൂ കാർഡ് ഹോം വിസിറ്റും 1 ഹോസ്പിറ്റൽ വിസിറ്റും ആയിരിക്കാം. എന്തു തന്നെയായാലും ഒരു ഹോം വിസിറ്റ് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹോം വിസിറ്റിൽ നമ്മളൊരു കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ് ആയിരിക്കും. ഹോം വിസിറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു നോൺ പേഷ്യന്റും അതേപോലെ തന്നെ ഒരു അൺനോൺ പേഷ്യന്റിനെയും കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുമായിട്ട് വരുന്ന ഒരു നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെല്ലുന്ന ഉടനെ തന്നെ നമ്മൾ വിഷ് ചെയ്യാണ്, ഹായ് ഗുഡ് മോർണിംഗ്. ഗ്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഹായ് ഗുഡ് ഈവനിങ്, ഐ എം ലിൻഡ ജോൺസൺ, ഐ എം വൺ ഓഫ് ദ കമ്മ്യൂണിറ്റി നേഴ്സ് വർക്കിംഗ് ഇൻ ഡാഷ് ഹോസ്പിറ്റൽ. എവിടെയാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത്, ഇൻ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ക്ലിനിക്കിലാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെപ്പോഴും അത് ഇൻഫോം ചെയ്യുക. അതായത് നമ്മളെ പറ്റി തന്നെ ഒരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. കൺഫേം ചെയ്യുക, നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് കറക്റ്റ് പ്ലേസിലാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അവരോട് ചോദിക്കാം, ഇസ് ഇറ്റ് മിസ്റ്റർ ജോൺസ് ഹൗസ്, ഇത് തന്നെയാണോ ജോണിന്റെ ഹൗസ് എന്ന് നമുക്ക് ഒന്ന് കൺഫേം ചെയ്യാം. നമ്മൾ വന്നിരിക്കുന്നതിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഐ കെയിം ഹിയർ ടു എക്സ്പ്ലെയിൻ, അതായത് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്നുകിൽ വൂണ്ട് ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സെൽഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻസുലിനെ പറ്റി നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിരിക്കാം. ഐ കെയിം ഹിയർ ടു ഡെമോൺസ്ട്രേറ്റ്, അല്ലെങ്കിൽ ഐ കെയിം ഹിയർ ടു എക്സ്പ്ലെയിൻ, കെയിം ഹിയർ ടു ഡിസ്കസ്. ഇപ്പൊ എന്താണോ നമ്മുടെ ഉദ്ദേശം അത് നമ്മൾ ക്ലിയർ ആയിട്ടും അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ പർപ്പസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ അവരോട് ചോദിക്കേണ്ട മറ്റൊരു കാര്യമാണ്, അവർക്ക് കൺവീനിയന്റ് ടൈം ആണോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് അവരോട് ചോദിക്കാം, ഈസ് ഇറ്റ് എ റൈറ്റ് ടൈം ടു ടോക്ക് ടു യു. റിപ്ലൈ ആയിട്ട് നമ്മൾ അവരോട് താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് വേണം നമ്മുടെ ബാക്കി കോൺവെർസേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അസസ്മെന്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഉറപ്പായിട്ടും പേഷ്യന്റിന്റെ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ കൺസെന്റ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം, ഷാൽ ഐ അസസ് യുവർ വൂണ്ട്. അങ്ങനെ നമുക്ക് അവരോട് പെർമിഷൻ ചോദിക്കും. നമ്മൾ അസസ് ചെയ്ത് നമുക്ക് ഐ ഹാവ് ഡൺ ദ അസസ്മെന്റ്, താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ, അങ്ങനെ നമുക്ക് അവരോട് പറയാം. ഇതുപോലെ തന്നെ നമ്മളൊരു പെയിൻ അസസ്മെന്റ് ആണ് നടത്തുന്നതെങ്കിൽ നമ്മൾ അവരോട് മെയിനായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവരുടെ ഇന്റൻസിറ്റി, അതായത് പെയിനിന്റെ ആഴം എത്രത്തോളം ആണെന്നുള്ളത്. നമുക്ക് അവരോട് could you rate your intensity of your pain on a pain scale starting from 0 to 10? And 0 is the no pain and 10 is the maximum pain അല്ലെങ്കിൽ സിവിയർ പെയിൻ എന്ന്. ഇപ്പം നമ്മളോട് മൈ പെയിൻ സ്കെയിൽ ഇസ് 2 അല്ലെങ്കിൽ 3, 4 അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ അവരോട് മെയിനായിട്ട് പറയേണ്ട കാര്യം, ഓ സോറി ടു ഹിയർ ദാറ്റ്, ഓ ഇറ്റ്സ് റിയലി എ സാഡ് ന്യൂസ്. നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ആ ഒരു സമയത്ത് യൂസ് ചെയ്യാം. നമ്മൾ അതേപോലെ തന്നെ ഒരു കോൺവെർസേഷന്റെ ഇൻ ബിറ്റ്വീനായിട്ട് നമുക്കിപ്പോൾ നമ്മളൊരു കാര്യം, ഒരു ടോപ്പിക്കിനെ പറ്റി അവരോട് ഡിസ്കസ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ പറയുന്ന കാര്യം അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമുക്ക് ഡു യു ഫോളോ മീ അങ്ങനെ നമുക്ക് ചോദിക്കാം. അതേപോലെ തന്നെ ഡിഡ് യു ഗെറ്റ് മൈ പോയിന്റ്സ്, ആം ഐ ക്ലിയർ ടു യു, അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് അവരോട് ഇൻ ബിറ്റ്വീൻ നമുക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ചോദിക്കാം, ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ട്രൈങ് ടു സേ, നമുക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അവരോട് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അവരോട് ചോദിക്കാം. നമ്മുടെ മുന്നിലിരിക്കുന്ന പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് ആണെന്നിരിക്കട്ടെ, അവരൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് എപ്പോഴും നമ്മൾ ആ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നൊരു ഫീലിങ്സ് അവർക്കും കൂടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു മദർ അവരുടെ കുട്ടിയുടെ കാര്യത്തിൽ ഭയങ്കര വറീഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, ബീയിങ് എ മദർ ഇറ്റ്സ് ഡിഫിക്കൽട്ടി ടു കോപ്പ് അപ്പ് വിത്ത് ദിസ് സിറ്റുവേഷൻ, അങ്ങനെ നമുക്ക് പറയാം. അതായത് ഒരു മദർ എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വറീഡായിട്ടിരിക്കുന്നവരോട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇഫ് ഐ ആം ഇൻ യുവർ സിറ്റുവേഷൻ ഐ വിൽ ബി ഇൻ ദ സെയിം ഫീലിംഗ് വാട്ട് യു ഹാവ് ഗോൺ ത്രൂ നൗ. അതേപോലെ ഇൻ ബിറ്റ്വീൻ നമുക്ക് അവരോട് ചോദിക്കാവുന്ന മറ്റു കാര്യങ്ങളാണ്, ഡു യു ഹാവ് എനി ക്വയറീസ്. സമ്മറൈസ് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ കോൺവെർസേഷൻ നമ്മളൊരു എൻഡിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും ക്ലിയർ ചെയ്ത് കഴിഞ്ഞു, നമുക്ക് ടൈം ഇനിയും ഉണ്ട്, അങ്ങനെയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്നും കൂടി സമ്മറൈസ് ചെയ്ത് അവരോട് പറയാവുന്നതാണ്.
അതായത് വി ഡിസ്കസ്ഡ് അബൌട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ വൂണ്ട് ഡ്രസ്സിങ്ങിനെ പറ്റിയാണെങ്കിൽ വൂണ്ട് ഡ്രസ്സിങ്സ്, അതിനെപ്പറ്റി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് നമുക്ക് പറയാവുന്നതാണ്. അതേപോലെ ലാസ്റ്റ് നമുക്ക് പറയാം ഐ തിങ്ക് ഐ ഹാവ് ക്ലിയർഡ് ഓൾ യുവർ ഡൗട്ട്സ് ഈസന്റ് ഇറ്റ്, നമുക്ക് അവരോട് ചോദിക്കാം. അവസാനം നമ്മൾ അവരോട് എപ്പോഴും നന്ദി പറയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. താങ്ക് യു ഫോർ ലിസണിങ് മീ. നമ്മുടെ ക്യൂ കാർഡിൽ നമുക്ക് തന്നിരിക്കുന്ന ടാസ്കുകളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ അവരോട് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. നമ്മൾ കാര്യങ്ങളെല്ലാം വീണ്ടും ഒന്നും കൂടെ സമ്മറൈസ് ചെയ്യുന്നു. അതിനുശേഷം സ്റ്റിൽ നമുക്ക് ടൈം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാമോ എന്നുള്ളത്. കുഡ് യു പ്ലീസ് റിപ്പീറ്റ് വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ് ടുഡേ. അങ്ങനെ നമുക്ക് അവരോട് ചോദിച്ചപ്പോൾ നമുക്ക് കുറച്ചുകൂടി ടൈം കുറച്ചും കൂടെ കളയാൻ വേണ്ടിയിട്ട് ഈസിയാണ്. അപ്പം ആ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ്. എന്നാൽ ടൈം ഇല്ല, അപ്രോക്സിമേറ്റ് എൻഡ് ആകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ വെറുതെ വലിച്ചു നീട്ടാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് താങ്ക് യു പറഞ്ഞിട്ട് നമ്മുടെ കോൺവെർസേഷൻ അവസാനിപ്പിക്കാവുന്നതാണ്. എന്നിരുന്നാലും മെയിനായിട്ട് നമ്മുടെ ടാസ്കുകൾ കവർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അതോടൊപ്പം തന്നെ നമ്മുടെ മുന്നിലിരിക്കുന്ന ആൾ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന പേഷ്യൻ്റ് അഥവാ റിലേറ്റീവ്സ് അവർ സാറ്റിസ്ഫൈഡ് ആകുക എന്നുള്ളതാണ്. അവരുടെ ഡൗട്ട്സ് നല്ല രീതിയിൽ ക്ലിയർ ചെയ്യപ്പെട്ടു എന്നുള്ളതും അവർ മോണിറ്റർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ മുന്നിലിരിക്കുന്ന പേഷ്യൻ്റ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒരു ആങ്കർ സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ഗ്രീഫ് സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോവുകയാണ്, എന്ത് സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ടും അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കി എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ സോറി ഐ ക്യാൻ സെൻസ് യുവർ ഫീലിംഗ്, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ഈ സിറ്റുവേഷൻ എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ വേണം നമ്മളവരോട് സംസാരിക്കാൻ. അതേപോലെ തന്നെ ആങ്കർ സിറ്റുവേഷനിലിരിക്കുന്ന പേഷ്യൻസിനോട് നമ്മുടെ മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിലും നമ്മൾ സോറി പറയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോറി, ഞാനത് റിപ്പീറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം എന്നുള്ള രീതിയിൽ അവരോട് നമ്മൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഐ ആം അഡ്മിറ്റിംഗ് ദ മിസ്റ്റേക്ക്, ഐ വിൽ അഷ്വർ യു ദാറ്റ് ഇറ്റ് വിൽ നെവർ ഹാപ്പൻ അഗെയിൻ. അങ്ങനെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു റിലേറ്റീവ് അവരുടെ ഫാദർ അല്ലെങ്കിൽ മദർ അല്ലെങ്കിൽ അവരുടെ ബേബിയുടെ കാര്യത്തിൽ ഭയങ്കര വറീഡ് ആണെങ്കിൽ നമുക്ക് മെയിൻലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നോ നീഡ് ടു ബി വറീഡ്, യു ഹാവ് ഗോട്ട് വെൽ എക്സ്പീരിയൻസ്ഡ് നഴ്സസ് ആൻഡ് സ്റ്റാഫ്സ് ഹിയർ, അല്ലെങ്കിൽ വെൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെയും സ്റ്റാഫിനെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇതിനെപ്പറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ടും നമ്മൾ സ്പീക്കിങ്ങിൽ ചെന്നിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ ഒരു ഇന്റർലോക്യൂട്ടർ ഉണ്ടായിരുന്നിരിക്കും. അവരാണ് നമുക്ക് ക്യൂ കാർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മളോട് വാമപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. വാമപ്പ് ക്വസ്റ്റ്യൻസ് ഒരിക്കലും വാലിഡേറ്റ് ചെയ്യുന്നതല്ല. റോൾ പ്ലേ കാർഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 റോൾ പ്ലേ കാർഡാണ്, രണ്ടും അറ്റ് ദ സെയിം ടൈം നമുക്ക് തരത്തില്ല. ഫസ്റ്റ് 1 തന്നതിന് ശേഷം അതിൻ്റെ കോൺവെർസേഷൻസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് സെക്കൻഡ് 1 തരത്തുള്ളൂ. അതേപോലെ തന്നെ 5 minutes ആണ് നമുക്ക് റോൾ പ്ലേക്ക് ടൈം നമുക്ക് അനുവദിച്ചിരിക്കുന്നത്. ക്വിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിംഗ് ഏതാണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ടാസ്കുകൾ വായിച്ച് മനസ്സിലാക്കാം. നമ്മൾ എന്തൊക്കെ പോയിന്റ്സ് ആണ് കവർ ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റ് ആയിട്ടൊരു ഓർഡറിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയിന്റ്സ് കവർ ചെയ്യും. അതോടൊപ്പം തന്നെ അതൊന്ന് സമ്മറൈസ് ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ, അത് നമ്മുടെ പേഷ്യൻസോ റിലേറ്റീവ്സോ ആരാണെങ്കിലും അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ലിസൺ ചെയ്യും. അത് നമ്മൾ ലിസൺ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ സിമ്പിളായിട്ട് ഒരു പേഷ്യൻ്റ് നമ്മളോട് ഓപ്പോസിറ്റായിട്ട് നമ്മളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ഓക്കെ യെസ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മളത് പ്രോപ്പറായിട്ട് കേൾക്കുന്നുണ്ട്, ലിസൺ ചെയ്യുന്നു എന്നുള്ളതാണ് അതിനർത്ഥം. എന്ന് കരുതി എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം നമുക്ക് ഈ കാര്യങ്ങൾ പറയുകയും അതുപോലെ തന്നെ സംസാരിക്കാനും ഒക്കെ പറ്റുന്നതായിരിക്കും. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഗ്രീറ്റ് ചെയ്യുകയും എൻഡ് ചെയ്യുമ്പോൾ താങ്ക് യു പറയുകയും ചെയ്യുന്നതും ഒരു മര്യാദയാണ്. അവർക്ക് നമ്മൾ പറഞ്ഞത് മനസ്സിലായോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പീക്കിങ്ങിന് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതലായിട്ടുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ സ്പീക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് മിറർ പ്രാക്ടീസ് ചെയ്യുകയും, ഇപ്പോൾ നിങ്ങളൊരു അക്കാഡമിയിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് എന്താണെങ്കിലും നിങ്ങൾക്ക് ട്യൂട്ടേഴ്സ് ഉണ്ടായിരുന്നിരിക്കും. അപ്പോൾ അവരോടൊപ്പം നമുക്ക് സംസാരിക്കാൻ പറ്റും. അതേപോലെ തന്നെ അല്ല സെൽഫായിട്ട് പഠിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മിറർ പ്രാക്ടീസിങ് അതേപോലെ തന്നെ സെൽഫ് പ്രാക്ടീസിങ്ങും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ പോയതിന് ശേഷം നമുക്ക് തന്നിരിക്കുന്ന ടാസ്ക് ക്ലിയർ ചെയ്യുക. അതേപോലെ തന്നെ അവർ നമ്മളോട് ഉത്തരം പറയുന്നുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് വേണം നമ്മൾ
പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നും അതേപോലെ നമ്മൾ ആ ടൈം ലിമിറ്റിനുള്ളിൽ ഇത് കവർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിനെ പറ്റിയും ഒരു ഐഡിയ കിട്ടും. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബാക്കി മൊഡ്യൂൾസ് ആകുമ്പോൾ നമുക്ക് എഴുതിയാൽ മതിയല്ലോ, നമുക്ക് ആരോട് സംസാരിക്കേണ്ടി വരില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഈസിയാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ 4 മൊഡ്യൂൾസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്പീക്കിംഗ് എന്ന് പറയുന്നൊരു സംഭവത്തിന് നമുക്ക് കുറച്ചുകൂടെ സ്കോർ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മൾ പറയേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് ടാസ്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളത് കൺവേ ചെയ്യുന്ന രീതിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ നോക്കുന്നത്. എന്നാൽ ലിസണിങ്, റീഡിങ് ഇതിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വന്തമായിട്ട് കയ്യിൽ നിന്നൊന്നും ഇടാൻ പറ്റില്ല. അതിനുള്ളിൽ തന്നെ ഉള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. സ്പീക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ച്, അതായത് നോൺ കേസ് ആയിരിക്കുമ്പോൾ എങ്ങനെയാണ്, അൺനോൺ കേസ് ആയിരിക്കുമ്പോൾ എങ്ങനെയാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇത് സെറ്റിംഗ്സ് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഒരു പേഷ്യൻ്റ് വറീഡ് ആണെങ്കിൽ അവർ എങ്ങളോട് എങ്ങനെ സംസാരിക്കാൻ പറ്റും. അതേപോലെ തന്നെ അവർക്ക് പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് പെയിൻ സ്കെയിൽ റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഇവിടെ പറയാൻ പറ്റും. അപ്പോൾ വൂണ്ട് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അസസ്മെന്റ് ആണെങ്കിൽ നമുക്കതൊരു പെർമിഷൻ ചോദിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കോമൺ കാര്യങ്ങളായിട്ടുള്ളത് നമുക്ക് എപ്പോഴും ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പീക്കിങ്ങിൽ പറ്റും. എന്നാൽ ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ കുറച്ചുകൂടി ലിമിറ്റഡ് ആണ്. അപ്പം അതുകൊണ്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല. സ്പീക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബാലികേറ മലയൊന്നുമല്ല. നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു OET-യിലെ ഒരു മൊഡ്യൂൾ തന്നെയാണ് സ്പീക്കിംഗ്. അപ്പം അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് സ്പീക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നല്ല സ്കോർ തന്നെ, നിങ്ങൾ ഉദ്ദേശിച്ച സ്കോർ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ബാക്കിയുള്ള, അതായത് കുറച്ച് ക്യൂ കാർഡ്സ് ഡിസ്കഷൻസും കാര്യങ്ങളും അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് സ്പീക്കിങ്ങിനെ പറ്റിയിട്ട് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു സോ മച്ച്.